കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം തന്നെയാണ്. ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപം എന്ന് നമ്മൾ കരുതിയിരുന്ന കോൺഫിഡൻറ്റ് റോയ്. ജീവിതത്തിലെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും ബാക്കിയില്ല. വിമാനം തകർന്നു വീഴുമെന്ന് പൈലറ്റ് പറഞ്ഞാൽ അന്നേരവും ഞാൻ ഹാപ്പിയായി സന്തോഷത്തോടെ ആസ്വദിച്ചിരിക്കും എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് ഒരു സുപ്രഭാതത്തിൽ സ്വയം വെടി വെച്ച് അയാൾ മരിച്ചിരിക്കുകയാണ്. ഇത്ര സുരക്ഷിതത്വമുള്ളൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? പല കാരണങ്ങൾ, പല രീതിയിലുള്ള ചർച്ചകൾ നാട്ടിൽ നടക്കുകയുണ്ട്. എന്നാൽ നേർരേഖയും അന്വേഷിക്കുകയാണ് എന്തുകൊണ്ട്, എങ്ങനെ, എന്തിനു വേണ്ടി. അപ്പോൾ നമുക്കിതിനകത്ത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 3 പേർ നമ്മോടൊപ്പം ചേരുകയാണ്. ഒന്ന് മധുകുമാറാണ്, മലബാറുകാർക്ക് പ്രത്യേകിച്ച് നല്ല സുപരിചിതനാണ്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണിയുടെ രക്ഷാധികാരിയാണ്. പിന്നെ മനോജ് സാരംഗ്, അദ്ദേഹം സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. പിന്നെ സിസ്റ്റർ ജ്യോതിസ് പാലക്കൽ, ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റാണ്. 3 പേർക്കും ഒപ്പം പ്രേക്ഷകർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ മധുവിൽ നിന്ന് തുടങ്ങാം. മധു, ഈ റോയിയുടെ മരണം ഇപ്പം എന്തായാലും എല്ലാ മലയാളികളും കേട്ടു, കണ്ടു, അറിഞ്ഞു, ഇപ്പോഴും ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഇതിന്റെ കാരണം അന്വേഷിച്ച് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് നമ്മളൊരു പഠനം നടത്തുകയോ ചെയ്യുകയാണോ വേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമില്ല. കാരണം നമുക്കിത് സമൂഹത്തിന് നൽകുന്ന ഒരു വലിയൊരു ഒരു സന്ദേശമാണ്. ഇത് വളരെ നെഗറ്റീവായ ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മുടെ നാടിനെ കുറിച്ച്, ഇന്ത്യയെ കുറിച്ച്, കേരളത്തെ കുറിച്ച് പറയുന്നത് ഇത് വളരെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി രാജ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വിദേശത്തൊക്കെ പോയിട്ട് ജോലി ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിന് ഉപകരിക്കുന്ന രീതിയിൽ ഒരു വ്യവസായം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയം തുടങ്ങുക, ഇങ്ങനെ വലിയ സ്വപ്നങ്ങളുമായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു പ്രവാസിക്ക് അല്ലെങ്കിൽ ഒരു വ്യവസായിക്ക് നൽകുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സന്ദേശമായിട്ടാണ് ഈ ദുരന്തത്തെ ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ നാടിന്റെ ഒരു വികസന കാഴ്ചപ്പാട് ഗവൺമെന്റിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന പ്രൈവറ്റ് പാർട്ടിയുടെ ഭാഗത്താണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ കുറിച്ചല്ലേ, കൊച്ചു കണ്ണൂരിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ വരികയാണ്. ഈ കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മേലേച്ചൊവ്വ ജംഗ്ഷൻ. മേലേച്ചൊവ്വ ജംഗ്ഷൻ ഇപ്പോൾ കാണുമ്പോൾ ദുബായ് പോലെ നമുക്ക് തോന്നും. അവിടെ അസറ്റ് ഹോമിന്റെ ഒരു അപ്പാർട്ട്മെന്റ് പരമ്പര അവിടെ ഉണ്ടായിരിക്കുകയാണ്. അതിന് കേവലം കുറച്ച് ഒരു 50 മീറ്റർ മാറിക്കഴിഞ്ഞാൽ സ്കൈലൈൻ എന്ന ഏറ്റവും പ്രമുഖമായ ഒരു അപ്പാർട്ട്മെന്റ് കമ്പനി, ഇവരൊക്കെ കൊച്ചിൻ ബേസ്ഡ് ആൾക്കാരായിരുന്നു. അവരിപ്പോ കണ്ണൂരേക്ക് വരിക. PVS എന്ന് പറയുന്ന കാലിക്കറ്റ് ബേസ്ഡ് ഒരു കമ്പനി അവിടെ വരികയാണ്. അപ്പൊ ഇപ്പൊ എയർപോർട്ട് റോഡ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു മേഖല എത്തിക്കുകയാണ്. അതുപോലെ കണ്ണൂര് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കണ്ണൂർ എന്ന് പറയുന്നത് സ്വന്തമായ ഒരു വ്യക്തി ഒരു നക്ഷത്ര സമാനമായ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റി ഉള്ള ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി അയാള് നാടിന് സമർപ്പിച്ച ഒരു പ്രദേശമാണ്. അപ്പൊ ഇത്രത്തോളം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ സമയത്താണ് ഇതുപോലെയുള്ള വലിയ ദുരന്തം. ഇതിന് എന്തൊക്കെ കാരണങ്ങൾ കണ്ടെത്തിയാലും അത് ചിലപ്പോൾ ഇവിടെ പറയുന്നത് പോലെയുള്ള ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പീഡനം എന്ന് പറഞ്ഞേക്കാം. എന്തൊക്കെ കാരണങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഈ പരിഹാരത്തിലോട്ടുള്ള യാത്രക്ക് ശ്രമിക്കാതെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിനനുബന്ധമായി ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കും. ഈ കഥകളിൽ ഒരു 90% കഥകളും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, നമ്മളെ പിറകോട്ടടിക്കുന്ന ഒരു പ്രക്രിയക്കാണ് ആക്കം കൂട്ടുക. അതുകൊണ്ട് ഞാൻ CJ റോയിയുടെ മരണം ഒരു വലിയൊരു ദുരന്തമാണ്. ആ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കുചേരുമ്പോൾ കൂടി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകളാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അദ്ദേഹം ഒരു കഥയായിട്ട് വന്ന ഒരു ഭാര്യയോട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഒരു ദാർശനികമായ ഒരു ചിന്തയുടെ ഭാഗമായുള്ള പോലെ മറുപടിയാണ് ഉണ്ടായത്. അതാണ് എന്നെ ഇത് ഞാൻ തിരിച്ച് നാട്ടിൽ പോയി എൻ്റെ കുട്ടികളുടെ കൂടെ ഇതൊന്നും എന്റേതല്ല എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനമാക്കിയായിട്ട് ഒരു ഉത്തരമാണ് കൊടുത്തിരിക്കുന്നത്. അതേ രീതിയിലുള്ള
ഒരു ചിന്തകള് ഇപ്പം നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെ വ്യവസായികൾക്കും ഇൻഡസ്ട്രികൾക്കും ഇവിടെ നിക്ഷേപിക്കാൻ വരുന്നവർക്കും കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകളുടെ ഒരു പ്രസക്തിയിൽ ഊന്നിയിട്ടായിരിക്കണം നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകണം എന്നാണ് എന്റെ. തിരിച്ചു വരാം മനോജ് സാരംഗ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞെടുത്താ തുടങ്ങുന്നത്. ഇവിടെ ഒരു വ്യവസായം തുടങ്ങുക എന്നതിനേക്കാൾ പ്രതിസന്ധിയാണ് നിങ്ങളുടെ നികുതി വകുപ്പ്. നികുതിയുമായി ബന്ധപ്പെട്ട് ഒന്ന് തുടങ്ങുന്നതിന് കുറേ നൂലാമാലകളുണ്ട്. ഇനി ഒരാൾ ഒരു 10 ഉറുപ്പ്യ ഉണ്ടാക്കിയാൽ, ഒരുത്തൻ പണം സമ്പാദിക്കാൻ തുടങ്ങിയാൽ അവനെ ഒരു കള്ള ലക്ഷണത്തോടെ നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സമൂഹം നാട്ടിൽ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും? അത് ശരിയല്ല. എനിക്ക് അദ്ദേഹം പറഞ്ഞെടുത്തുമല്ല ഞാനും തുടങ്ങിയാണ്. കാരണം നമ്മളിപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇത്രയും വർഷങ്ങളായി. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 56 മുതൽ നമ്മൾ പരമാധികാര റിപ്പബ്ലിക്കാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും നവാസ്ജി പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാരും സാധാരണക്കാരും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് നിൽക്കുകയാണ്. അതൊരു വില്ലേജ് ഓഫീസിലെ സിപായി ആയാലും ശരി, ചീഫ് സെക്രട്ടറിയുടെ അടുത്തായാലും പോയാലും നേരിട്ടൊരു പൗരന് ഇത് എൻ്റേതാണ് എന്ന രീതിയിൽ കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്നത് സത്യം തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ നികുതി വകുപ്പിനെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും നികുതി വകുപ്പിൻ്റെ ഇടപെടുന്ന ആളുകൾ സാധാരണക്കാരുമായിട്ടല്ല ഇടപെടുന്നത്. നികുതി വകുപ്പ് ഇടപെടുന്നത് മിക്കവാറും ബിസിനസ്സുകാരുമായിട്ടും അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ സാമ്പത്തികമായി കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആളുകളുമായിട്ടാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകൾ കണ്ടെത്തുകയാണ് നികുതി വകുപ്പിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ഇപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് നികുതിയിൽ നിന്ന് മാത്രമാണ് വരേണ്ടത്. പക്ഷേ അവിടെ വരുന്നത് വേണ്ടത്ര വിദ്യാഭ്യാസമില്ലായ്മയാണ് പലപ്പോഴും നികുതി വെട്ടിപ്പിന് കാരണമാക്കുന്നത്. കാരണം ഒരു നികുതി വെട്ടിപ്പ് നടത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ലാഭത്തിനേക്കാളും എത്രയോ മേലെയാണ് അത് പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന നഷ്ടങ്ങൾ. ഇനി പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ അഗ്രികൾച്ചറിൽ നിന്ന്, കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം 100% നികുതി വിധേയമല്ലാത്ത പണമാണ്. അതിന് നികുതി അടക്കേണ്ടതില്ല, ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല. ഒരാൾക്കിപ്പോൾ 20 ലക്ഷം രൂപ ഒരു വരുമാനം കിട്ടുന്നു കൃഷിയിൽ നിന്ന് 20 ലക്ഷം രൂപ വരുമാനം കിട്ടുമ്പോൾ ആ 20 ലക്ഷം രൂപയും അയാൾക്ക് യാതൊരുവിധ നികുതിയും അടക്കേണ്ടാത്ത പണമാണ്. പക്ഷെ അത് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് എനിക്ക് ഇത്രയും വരുമാനമുണ്ട്, അത് നികുതി അടക്കാൻ ബാധ്യതയില്ലാത്ത പണമാണ് എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് ചെയ്യാതെ വരുമ്പോഴാണ് ഏതെങ്കിലും കാലത്ത് പിടിക്കപ്പെടുമ്പോൾ ഇത് വലിയ അതൊരു 4-5 വർഷം വരുമ്പോഴേക്ക് 20 ലക്ഷം രൂപ വരുമ്പോൾ 1 കോടിയായി 5 വർഷം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ബാധ്യത വളരെ വലുതാണ്. അത് കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് അക്കൗണ്ട് സൂക്ഷിച്ച് വൃത്തിയായി പോവുകയാണെങ്കിൽ 5 പൈസ നികുതി അടക്കാതെ വളരെ മാന്യമായി ജീവിക്കാൻ സാധിക്കും. ഈ ഒരു വീഴ്ചയാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ അവിടെ തന്നെയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചെറിയ വീഴ്ചകൾ വരുമ്പോൾ ഇത് വലിയ കുറ്റവാളിയാണ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം അവരെ ബോധവൽക്കരിക്കാനും അവരുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഭാഗ്യവശാൽ ഇപ്പോൾ അത്തരം ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ നികുതി വകുപ്പ് ജീവനക്കാരുടെ സാധാരണക്കാരുടെ ശത്രുക്കളോ അവരെ കുറ്റവാളികളായി കാണാനുള്ള ഉപാധിയോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തിരിച്ചു വരാം. സിസ്റ്റർ ജ്യോതിഷ്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, എല്ലാം നേടിക്കഴിഞ്ഞ ഒരാളാണ് എന്നൊരു തോന്നൽ മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ, അത് അദ്ദേഹം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്നുള്ള നിലയ്ക്ക് ഒരാൾ പറയുന്നത് ഒരു മനുഷ്യനെ എവിടെ എത്തിക്കും? അത് നമ്മൾക്ക് നോക്കുക 2 തരം എന്ന് പറഞ്ഞാൽ, ഒരാൾ അയാളുടെ എല്ലാ എയിമും സാക്ഷാത്കരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളതൊരു സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ. എന്ന് പറഞ്ഞാൽ എയിം എല്ലാം അച്ചീവ് ചെയ്തെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് അത് തോന്നി. ഞാനും അത് കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് അല്ല, എൻ്റെ ഡ്രം ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പോലും തീർന്നു എന്ന് അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇനി എന്ത് എന്നൊരു ചോദ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാകില്ലേ? എല്ലാം എനിക്ക് തീർന്നു, അച്ചീവ് ചെയ്യാൻ എനിക്കില്ല, ഇനി വേറൊന്നുമില്ല, തീർന്നു, എവിടെ തീർന്നു? അങ്ങനെ ഒരു ചിന്ത ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് അവിടെ നിൽക്കട്ടെ. അതെ, അതിലൊരു വാക്വം എന്ന് നമ്മൾ പറയും. ഒരു വാക്വം നമ്മളിലേക്ക് സൃഷ്ടിച്ചേക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സാറിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്ലാൻ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ സെറ്റ് ചെയ്തിരിക്കുമെന്ന് പറയുമല്ലോ. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു വാക്വം എന്ന് പറയുന്നത് ഈ സാറിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും എന്ന് പറഞ്ഞാൽ കൃത്യമായ ലക്ഷ്യത്തോടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ ആയിട്ടും അല്ല മറ്റുള്ളവർക്ക് ഒരുപാട് നന്മ പറഞ്ഞാൽ ഒരാൾ വേദനിക്കുന്നു എന്ന് കാണുന്നിടത്ത് ഓടിയെത്തുന്ന ഒരു മനുഷ്യനുണ്ട് അല്ലെ. അങ്ങനെ ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാള് സ്വയം ജീവൻ അവസാനിപ്പിച്ചുകൊണ്ട്
ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നമുക്കൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന കാര്യമാണ്. മരണത്തിൽ ദുരൂഹത സാധ്യതയുണ്ട് എന്നാണ് സിസ്റ്ററുടെ തോന്നൽ. അയാൾ അങ്ങനെ ജീവൻ അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഞാൻ അല്ല, ഒരിക്കലും പറയാം. സാധ്യത അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തോന്നുന്നു. ആത്മഹത്യ ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നെ ജനറലൈസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇത്തരം ഒരു ക്യാരക്ടർ സിസ്റ്റർ പറഞ്ഞല്ലോ, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യൻ, ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞ് പുതിയ പദ്ധതികൾ മനസ്സിൽ താലോലിക്കുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിൽ ഈ ഒരു തീരുമാനം എടുക്കുമോ? അതാണ് നിങ്ങൾ ഒത്തിരി നൂറുകണക്കിന് ആളുകൾ കൗൺസിൽ ചെയ്തിട്ടുള്ള ആളാണ്. സാർ പറയുന്നത് പോലെ നമ്മളിപ്പോ ഞാൻ ഈ സൂയിസൈഡ് കഴിഞ്ഞിട്ട് ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഉണ്ട്. അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ CJ റോയ് സാറിന് കോൺഫിഡൻസ് ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ കാണുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു ബാക്കപ്പ് ആയിരിക്കില്ല സാറിന് കോൺഫിഡൻസ് തരുന്നത്. അപ്പൊ ഈ CJ റോയ് സാറിന് കോൺഫിഡൻസ് തരുന്ന എന്തായിരുന്നോ അതിന് എന്തെങ്കിലും പാളിച്ച് വന്നിട്ടുണ്ടോ, അതാണോ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പിച്ചത് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ അയാൾ ലോകമറിയുന്ന ഒരു പിന്നെ ഒരു ബിസിനസ്മാൻ, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആഡംബര കാറുകളോ അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു സമ്പന്നനായ മനുഷ്യൻ, അയാൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഒരു വ്യക്തിയുടെ സക്സസ് റേറ്റിനെ തീരുമാനിക്കുന്നത് അയാളുടെ കാഴ്ചപ്പാടാണ്. അത് ചിലപ്പോൾ ഒരു സോഷ്യൽ റെക്കഗ്നിഷൻ ആയിരിക്കാം, ഒരു സോഷ്യൽ വാലിഡേഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ സോഷ്യൽ റെക്കഗ്നിഷനിലും സോഷ്യൽ വാലിഡേഷനിലും നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ആ സാഹചര്യം കൂട്ടി വായിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരത് കൂട്ടിയല്ലേ വായിക്കുള്ളൂ. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു തിരിമറി നടന്നിട്ടുണ്ടോ, അതിനെ മാനേജ് ചെയ്യാൻ ഇദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ടാണോ ഈ സാർ ഇങ്ങനെ ഒരു സാഹചര്യം എടുത്തേക്കുന്നത്? സ്വാഭാവികമായിട്ടും അതായപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്ന പുതിയ ഡയറി കുറിപ്പുകൾ അങ്ങനെ കുറെ സംശയങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. കാരണം 9 പേജിലെ ഡയറി കുറിപ്പ് ആത്മഹത്യ കുറിപ്പിന് സമാനമായ ഡയറി കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് സാധ്യതയുണ്ട് അല്ലേ? അതായത് ആ ഡയറി കുറിപ്പ് എപ്പോൾ എഴുതിയതാണ്, എങ്ങനെ എഴുതിയതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇത്രയും വലിയ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള് എന്ന് പറഞ്ഞാൽ പിന്നെ CJ റോയ് സാർ തന്നെ സാറിന്റെ ഇന്റർവ്യൂ പറയുന്നുണ്ടല്ലോ, ഞാൻ ഭയങ്കര ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. പക്ഷെ നമ്മളുടെ ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സാറിന് ഇപ്പൊ ഇങ്ങനെ ഒരു മരണമല്ല, ഒരു ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചെന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളുടെ സംരംഭം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ഇയാൾക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് നേരത്തെ എഴുതിയതുമാകാമല്ലോ അത്. കാരണം ഇപ്പം നമ്മൾ പിന്നെ ഈ മീഡിയയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതെല്ലാം കൂടെ ഒരു 15 മിനിറ്റിനുള്ളിൽ സംഭവിച്ചതാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അമ്മയെ വിളിക്കാനാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ചെന്ന് നോക്കുമ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇത് ഇപ്പം ഡയറി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോൾ എഴുതി, എന്ത് ഉദ്ദേശത്തോടെ എഴുതി എന്നൊക്കെ ഉള്ളത് സാറിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നമ്മളതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ ഇരുന്ന് പറയുമ്പം അത് എത്രമാത്രം ശരിയാകുമെന്നും അറിയില്ലല്ലോ.